കഥയുടെ തുടക്കത്തിൽ കാടിന് നടുവിലൂടെ ഒരു കാർ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാറിൽ തന്നെ ഒരു ചേട്ടനും അനിയനും പിന്നെ അനിയന്റെ ഭാര്യയുണ്ട്. അതുപോലെ ഒരു നായയുണ്ട്. ചേട്ടന്റെ പേര് മാക്സ് എന്നും അനിയന്റെ പേര് ജോർജ് എന്നുമാണ്. പിന്നെ ഭാര്യയുടെ പേര് ഇസബെല്ല എന്നാണ്. ഇവര് നാലുപേരും കൂടെ പോകുന്നത് ഒരു ട്രക്കിങ്ങിനാണ്. പക്ഷെ പോകുന്ന വഴിക്ക് തന്നെ ഇസബെല്ലയ്ക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഒരു പെട്രോൾ പമ്പിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഇസബെല്ലയും മാക്സും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ ഇസബെല്ലയുടെ ഭർത്താവായിട്ടുള്ള ഈ ജോർജ് ആണെങ്കിൽ എപ്പോഴും ഫോണിലാണ്. അവൻ ഫോണിൽ ഒരുപാട് തിരക്കാണ്. എന്തൊക്കെ ബിസിനസ് ആവശ്യത്തിനായിട്ട് ആൾക്കാർ വിളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുകൂടെ അങ്ങനെ ഫോൺ വിളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഇസബെല്ലയ്ക്ക് ഇഷ്ടമല്ല. അവൾക്ക് കമ്പനി കൊടുക്കാതെ ഫോണും കളിച്ച് അങ്ങനെ നടക്കുമല്ലേ. എന്തായാലും ഇസബെല്ല എന്തൊക്കെയോ സാധനങ്ങളും വാങ്ങിച്ച് വാഷ്റൂമിൽ വരും. അവിടെ വന്നിട്ട് അവളുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാണ്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, അവൾ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം ഇവർ ട്രക്ക് എടുത്ത് ആ ട്രക്കിങ് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം അടച്ചിട്ടേക്കാണ്. എന്നാൽ ഇവരിതൊന്നും മൈൻഡ് ചെയ്ത് ആ ചങ്ങലേക്ക് മാറ്റിയതിനു ശേഷം അകത്തോട്ട് നടന്നു പോകും. കൂടാതെ തന്നെ ആ ഒരു നായയില്ലേ, നായയുടെ കഴുത്തിൽ ഒരു ട്രാക്കറും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ വഴി തെറ്റി എങ്ങോട്ടും പോവാതിരിക്കാനായിട്ട്. അങ്ങനെ കുറെ നേരം നടന്നിട്ട് ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടുത്തെ മരത്തിൽ ഒരു സ്മൈലി വരച്ചു വെക്കുന്നുണ്ട്. വഴി തെറ്റി പോവാതിരിക്കാനും തിരിച്ചു വരുമ്പോൾ ഇവർ എങ്ങോട്ടാണ് വന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു സ്മൈലി, ഒരു അടയാളം പോലെ. അങ്ങനെ അവർ വേട്ടയാടാനായിട്ട് ഒരു ടവറിന്റെ മണ്ടയിൽ കയറി നിൽക്കുന്നുണ്ട്. ഇസബെല്ലയാണ് തോക്ക് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സും തോക്ക് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ജോർജ് തോക്ക് പിടിച്ചിട്ടില്ല. ഇസബെല്ല നോക്കുമ്പോൾ ദൂരെയായിട്ടൊരു മാൻ നിപ്പുണ്ട്. അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എത്രയും പെട്ടെന്ന് ആ മാനിന്റെ പിന്നാലെ ഓടും. ഓടി ചെന്ന് ഒരു സ്ഥലത്തെത്തി ഈ മാനിനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവൾക്ക് മനസ്സ് വരുന്നില്ല അതിനെ കൊല്ലാനായിട്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ മാൻ ചത്ത് തറയിൽ വീഴുന്നത്. അത് മറ്റാരും ചെയ്തതല്ല, മാക്സ് ചെയ്തതാണ്. പിന്നീട് മാക്സ് ഈ മാനെ എടുത്തോണ്ട് വന്നിട്ട് വലിച്ചു കീറാനായിട്ട് തുടങ്ങും. അങ്ങോട്ട് ഇസബെല്ല വരും. ഇസബെല്ലയ്ക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് കീറുന്നതെന്ന് പറഞ്ഞിട്ട്. അവളൊരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കീറാനായിട്ട് അറിയാം. അന്നേരമായിരിക്കും അങ്ങോട്ട് ഫോൺ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജോർജ് വരിക. ജോർജ് വന്നതും ഇസബെല്ലയും ജോർജും കൂടെ ഒരു കുളത്തിൽ പോയി കുളിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഈ ഇസബെല്ല അവനോട് ചോദിക്കും നമുക്ക് കുട്ടികളൊക്കെ വേണ്ടതെന്ന്. എന്നാൽ ജോർജിന് വലിയ താല്പര്യമില്ല കുട്ടികളോട്. ഈ കുട്ടികളെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ ജോർജിന്റെ ഫോണിലോട്ട് കോള് വരികയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇസബെല്ലയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അവളുടെ കാര്യമൊന്നും അവൻ നോക്കാതെ ഫോൺ വിളിച്ച് അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി ഇവർ നാലുപേരും കൂടെ ക്യാമ്പ് ചെയ്യും. ഈ നാലുപേരെന്ന് പറഞ്ഞാൽ ആ നായ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരാണെങ്കിൽ പട്ടിയുടെ കഴുത്തിലൊരു ട്രാക്കർ കെട്ടിക്കൊടുത്തില്ലായിരുന്നു. നാളെ നമുക്ക് ട്രാക്കർ ഉപയോഗിക്കാതെ പണ്ടത്തെ ആൾക്കാർ വേട്ടയാടുന്നത് പോലെ വേട്ടയാടാന്ന് പറഞ്ഞിട്ട് മാക്സ് ആ പട്ടിയുടെ കഴുത്തിലുള്ള ട്രാക്കർ ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ട്രാക്കർ ഇസബെല്ലയുടെ മാലയിലാണ് കെട്ടിക്കൊടുക്കുന്നത്. അതുപോലെ ഇസബെല്ല വേട്ടയാടാനായിട്ട് വരുന്നില്ല. യമ്മ രണ്ടുപേരും കൂടെ മാത്രമേ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ വഴി തെറ്റുവാണെങ്കിൽ ഇസബെല്ല ഉള്ള സ്ഥലത്തോട്ട് ആ ലൊക്കേഷൻ നോക്കി വരാമല്ലോ. അങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന നേരത്തായിരിക്കും ജോർജിന്റെ ഫോണിലോട്ട് കോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് ഫോൺ കോൾ എടുക്കാനായിട്ട് പോകും. ഇസബെല്ലയ്ക്ക് എപ്പോഴും പോലെ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇസബെല്ലയും അതുപോലെ തന്നെ മാക്സും അവിടെ ഒറ്റയ്ക്കാണ്. ഈ മാക്സ് ജോർജിന്റെ ചേട്ടനാണ്, അത് ഓർത്തു വെച്ചോണം. ഇതേ നേരം ജോർജ് ആണെങ്കിൽ ഫോൺ വിളിച്ച് കാട്ടിന്റെ ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അവിടെ വെട്ടവും വിളിച്ചൊന്നുമില്ല. എന്നാൽ പെട്ടെന്നായിരിക്കും ഫോണിന്റെ റേഞ്ച് പോകുന്നത്. അതുമല്ല സൈഡിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ പേടിച്ച് കുറച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പട്ടി മുമ്പിലോട്ട് ചാടി വീഴാണ്. അത് മാക്സിന്റെ പട്ടിയായിരുന്നു. എന്തായാലും പട്ടിയെ കണ്ട് പേടിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ഇതേ നേരം മാക്സും അതുപോലെ തന്നെ ഇസബെല്ലയും കൂടെ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇസബെല്ലയുടെ വിഷമം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എപ്പോഴും ഈ ജോർജ് ഫോൺ വിളിച്ചുകൊണ്ട് നടക്കും. അവളുടെ കാര്യങ്ങളൊന്നും അവൻ നേരെ ചോയി നോക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ മാക്സ് അവളെ സമാധാനപ്പെടുത്താണ്. അങ്ങനെ സമാധാനപ്പെടുത്തുമ്പോൾ ചെറുതായിട്ട് അടുക്കുന്നുണ്ട്. അതല്ല അവൾ കഴിച്ചിട്ട് എന്തോ അവശിഷ്ടങ്ങളൊക്കെ അവളുടെ വായിന്റെ ചുറ്റുമുണ്ട്. അത് മാക്സ് തുടച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ തുടച്ചു കൊടുക്കുന്ന നേരത്തായിരിക്കും ജോർജ് അങ്ങോട്ട് വരിക. എന്നാൽ ജോർജ് ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇസബെല്ലിനെ ഉറങ്ങാനായിട്ട് വിളിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ടെന്റിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഉറങ്ങുന്ന നേരത്ത് മാക്സ് ദൂരെ നിന്ന് ഇവരെ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസബെല്ലയെ നോക്കുന്നുണ്ട്. എന്നാൽ ഇസബെല്ല ഇതൊന്നും മൈൻഡ് ചെയ്ത് അവളുടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടും കേട്ട് കിടന്നുറങ്ങുകയാണ്. ഇവർ ടെന്റിനുള്ളിലാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോൾ ആ ടെന്റൊന്നും ഇല്ല. ആ ടെന്റ് ഇല്ലാതെ അവർ താഴെ കിടന്നുറങ്ങുകയാണ്. ഇസബെല്ലയും ജോർജും കൂടെ എണീറ്റ് നോക്കുമ്പോൾ അവിടെ ടെന്റൊന്നും ഇല്ല. അതുമാത്രമല്ല അവരുടെ നെറ്റിയിൽ എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു എക്സ് മാർക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഷൂസ്, ഡ്രസ്സ്, വെള്ളം, ഫുഡ് ഇതൊന്നും അവിടെ ഇല്ല. ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതുള്ള മാക്സിനെയും കാണാനായിട്ടില്ല. ജോർജിന് ആകെ ഭ്രാന്ത് കയറിയിട്ട് അവൻ അവിടെ കിടന്ന് അലക്കാനായിട്ട് തുടങ്ങും. ചേട്ടനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനാണ് ഇതെല്ലാം കട്ടെടുത്തോണ്ട് പോയത്. അവനെല്ലാം മോഷ്ടിച്ചോണ്ട് പോയി. അവൻ എവിടെ, ആ നാറി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും മാക്സ് അങ്ങോട്ട് വരുന്നത്. മാക്സ് അല്ല ഇതൊന്നും കട്ടെടുത്തോണ്ട് പോയത്. അതുള്ള മാക്സിന്റെ പട്ടിനെയും കാണാനില്ല. മാക്സ് ഈ കാര്യങ്ങളൊക്കെ വന്ന് ജോർജിനോട് പറയുമ്പോൾ ജോർജ് കേൾക്കില്ല. ജോർജ് പറയുന്നത് മാക്സ് എവരെ പറ്റിക്കാനായിട്ട് ആ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചെന്നാണ്. എന്നാൽ മാക്സ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുമല്ല മാക്സിന്റെ തലയിലും ആ എക്സ് മാർക്ക് ഉണ്ട്. എന്താണ് ഈ എക്സ് മാർക്ക് എന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. എന്തായാലും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് മാക്സും ജോർജും പിന്നെ ഇസബെല്ലയും കൂടെ അവിടെ നിന്ന് നടക്കാനായിട്ട് തുടങ്ങും. ഇവരുടെ കാറിന്റെ അടുത്ത് വരാനായിട്ട്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ മാക്സ് ഒരു കാര്യം പറയും. ഇനി നേരെ നടന്നു പോയാൽ മതി. അവിടെ തന്നെ മരമുണ്ട്. ആ മരത്തിൽ നമ്മൾ സ്മൈലി വരച്ചു വെച്ചിട്ടുണ്ട്. അതുവഴി നേരെ നടന്നു പോയാൽ മതിയെന്ന്. ഇപ്പൊ ഈ മാക്സ് ആണെങ്കിൽ അവന്റെ പട്ടീനെ കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. ഇവർക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ട്. എന്നാൽ ജോർജ് സമ്മതിക്കത്തില്ല. നീയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചത്. അതുകൊണ്ട് നീ നമ്മുടെ കൂടെ വരണം. അല്ല നീ നമ്മളെ പറ്റിക്കാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു വഴക്ക് കൂടും. ഈ വഴക്ക്
വഴക്കിന്റെ ഇടയിൽ ഇസബെല്ല മാക്സിന്റെ കൂടാണ് നിൽക്കുന്നത്. ജോർജിന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാക്സ് നിന്റെ ചേട്ടനാണ്, ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല, അതുകൊണ്ട് അവനെ അവിശ്വസിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ജോർജ് ഇത് വേറെ ഉദ്ദേശത്തിൽ എടുക്കുകയാണ്. നിങ്ങൾ രണ്ടൊരു അവിഹിത ബന്ധമാണ്, ഞാൻ ഇന്നലെ കണ്ടായിരുന്നു നിന്റെ ചുണ്ടിൽ അവൻ തുടച്ചു തരുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് മാക്സിനെ പോയി ജോർജ് അടിച്ച് താഴെ ഇടുകയാണ്. രണ്ടുപേരും കൂടെ താഴെ കിടന്ന് ഉരുളാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്ന ഇസബെല്ലയ്ക്ക് ഒരുപാട് വിഷമമായിട്ട് ജോർജിനോട് ഒരു കാര്യം പറയും, അവൾ പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേൾക്കുമ്പോഴായിരിക്കും ജോർജ് അടി നിർത്തുക. അവൻ ഒരുപാട് കുറ്റബോധമാവുന്നുണ്ട്. ഗർഭിണിയായിട്ടുള്ള ഒരു ഭാര്യയോട് അങ്ങനെ പറഞ്ഞല്ലോ. എന്നാൽ ഈ ഇസബെല്ല ആണെങ്കിൽ അവിടെ നിന്ന് നടന്ന് മാറിപ്പോകുമ്പോൾ ജോർജ് പിന്നാലെ ചെന്നിട്ട് അവളെ സമാധാനപ്പെടുത്തും. ഞാൻ അറിയാതെ പറഞ്ഞാണ്, അന്നത്തെ രാത്രി അങ്ങനെ കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞാണ്, എന്നോട് ക്ഷമിക്കൂ, നീ നേരത്തെ ഇത് പറയുന്നത് എന്താ, ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചൂടാവത്തൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല പതിയെ തണുക്കുകയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ നല്ല സ്നേഹത്തോടെ വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോകാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് അവർ ആ മരത്തിൽ പെയിന്റ് അടിച്ച സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എല്ലാ മരത്തിലും സ്മൈലി വരച്ചു വെച്ചിട്ടുണ്ട്. ആരോ അവരെ കൊടുക്കാൻ നോക്കുന്നതാണ്. എങ്ങോട്ട് പോകണം, ഏത് മരത്തിലാണ് പെയിന്റ് അടിച്ചത് ഒന്നും അറിയാൻ പാടില്ല. ആകെ തളർന്ന് അവിടെ ഇരുന്ന് പോവാണ് രണ്ടുപേരും. ഇതേ നേരം മാക്സ് ആണെങ്കിൽ അവന്റെ പട്ടീനെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ ഈ മാക്സിന്റെ പട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോൾ ഇട്ട് കളിക്കും. അതിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കും. ആ ശബ്ദം മാക്സ് ഇപ്പം കേൾക്കുകയാണ്. അത് ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് ചെല്ലും. എന്നാൽ ആ പന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും പട്ടീനെ കാണാനില്ല. പെട്ടെന്നായിരിക്കും അവന്റെ മുഖത്തിലോട്ട് രക്തം വീഴാനായിട്ട് തുടങ്ങുന്നത്. പതിയെ പൊങ്ങി മുകളിലോട്ട് നോക്കുമ്പോൾ അവന്റെ പട്ടീനെ ആരോ കൊന്ന് കമ്പിൽ കുത്തി അവിടെ വെച്ചേക്കുന്നു. ഇത് കണ്ട് മാക്സിന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവൻ നിലവിളിക്കുകയാണ്. അന്നേരമായിരിക്കും ആരോ മാക്സിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. എന്നാൽ മാക്സ് തന്നെ സൈഡിലുള്ള മരത്തിന്റെ കീഴിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അതുമല്ല, മാക്സ് അവൻ എവിടാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഷൂട്ട് ചെയ്യുന്നവൻ എവിടാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അവനൊരു ടവറിന്റെ മുകളിലാണ്. മാക്സ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു കമ്പും എടുത്ത് അതിനെ മൂർച്ച കൂട്ടിയിട്ട് കയ്യിൽ കെട്ടിവെക്കുന്നുണ്ട്. പിന്നീട് പതിയെ ടവറിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. ശബ്ദം കേൾക്കാതെ തന്നെ ടവറിലോട്ട് കയറി ചെല്ലും. അവൻ നോക്കുമ്പോൾ അവിടെ തന്നെ അവനെ ഷൂട്ട് ചെയ്തവനുണ്ട്. പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറിയിട്ട് ഈ ഷൂട്ട് എന്റെ കാലിൽ ഒറ്റ കുത്താണ്. അവനെ പലതവണയായിട്ട് അടിച്ച് ബോധം കെടുത്തുന്നുണ്ട്. നീ എന്റെ പട്ടീനെ കൊന്നല്ലേ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന തോക്കെടുത്ത് അതിനകത്ത് ബുള്ളറ്റ് ഇടുമ്പോഴേക്കും ഈ ബോധം കെട്ടവനെ എണീറ്റിട്ട് മാക്സിന്റെ വയറ്റിൽ കത്തി കയറ്റി കഴിഞ്ഞു. എന്നിട്ട് മാക്സിനെ തള്ളി ആ ടവറിൽ നിന്ന് താഴെ കളയും. മാക്സ് ഇനി എന്തായാലും രക്ഷപ്പെടത്തില്ല. അവന്റെ വയറ്റിൽ വലിയൊരു മുറിവാണ് പറ്റിയിരിക്കുന്നത്. മാക്സ് മരണത്തോട് മല്ലടിച്ച് അങ്ങനെ കിടക്കുകയാണ്. പിന്നെ മാക്സിനെ ഉപദ്രവിച്ച ആ മനുഷ്യൻ മുഖം മൂടിയും വെച്ചിട്ടുണ്ട്. അയാളുടെ മുഖം നമ്മൾ കണ്ടിട്ടില്ല. ഇതേ നേരം ജോർജും ഭാര്യയും കൂടെ നടന്നൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് ദാഹിക്കുന്നുണ്ട്. അതുമല്ല, ഇസബെല്ല പ്രഗ്നന്റ് ആണ്. ഇസബെല്ല ഒരു സ്ഥലത്തിരുത്തും. ഈ ജോർജ് നോക്കുമ്പോൾ ദൂരെയായിട്ട് വെള്ളം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിന്റെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളം ചാടി പിടിക്കുന്നുണ്ട്. പക്ഷെ ഇസബെല്ല നോക്കുമ്പോൾ അവിടെയായിട്ടൊരു ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ജോർജിനോട് പറയുന്നുണ്ട് അവിടെ ട്രാപ്പ് ഉണ്ടെന്ന്. എന്നാൽ അവൻ ഇത് ശ്രദ്ധിക്കാതെ വെള്ളം കിട്ടിയതിന്റെ സന്തോഷത്തില് ഇസബെല്ലയുടെ അടുത്തോട്ട് ഓടി വരും. പെട്ടെന്ന് തന്നെ അവന്റെ കാലിൽ അത് കുടിഞ്ഞാണ്. പിന്നെ ഒരു നിലവിളിയാണ്. കട്ട് ചെയ്താൽ ഇസബെല്ല ജോർജിനെ തൂക്കിയെടുത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ നടന്ന് കാട്ടിന്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ ഓഫീസ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ഒക്കെ നോക്കുന്ന റേഞ്ചർമാരില്ലേ, അവരുടെ ചെറിയ ഓഫീസ്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓഫീസിൽ ആരുമില്ല. പതിയെ അത് അടിച്ചു പൊളിച്ച് അകത്ത് കയറുകയാണ്. ഫസ്റ്റ് എയ്ഡ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് ഫസ്റ്റ് എയ്ഡ് ഒക്കെ വെക്കുന്നുണ്ട്. ജോർജ് ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. അതുപോലെ ആ ടവറിൽ വെച്ച് അവർക്കൊരു വോക്കി ടോക്കി കിട്ടുന്നുണ്ട്. അവർ ആ വാക്കി ടോക്കി വെച്ച് പുറത്തോട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കണക്ട് ആവുന്നില്ല. എന്നാൽ പിന്നെ ഇത് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു വോക്കി ടോക്കി ഇസബെല്ലയുടെയിലും മറ്റേ വോക്കി ടോക്കി ജോർജ് എടുക്കുന്നുണ്ട്. അതുപോലെ അവിടെ തന്നെ മാപ്പ് ഉണ്ട് ഈ ഫോറസ്റ്റിന്റെ. അത് നോക്കിയാൽ എങ്ങോട്ട് പോകാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത് നോക്കിയിട്ട് ഇസബെല്ല കുറച്ച് റൂട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ ജോർജ് ഒരു കാര്യം പറയും, അവന്റെ ഈ വയ്യാത്ത കാല് വെച്ച് അവൻ എന്തായാലും ഈ കാട് വിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇസബെല്ല ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം സഹായമായിട്ട് വരണമെന്ന് അവളോട് പറയും. എന്നാൽ അവള് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പുറത്തുനിന്നൊരു പാട്ട് കേൾക്കാം, ആരോ പാടുന്നത് പോലെ. ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് പെട്ടെന്ന് തന്നെ ഒളിച്ചിരിക്കുകയാണ്. അതൊരിക്കലും മാക്സ് അല്ല, മാക്സിന്റെ ശബ്ദമല്ല. അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ പേടിച്ച് ഒളിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒളിച്ചിരുന്നിട്ട് ജോർജ് ഇസബെല്ലയോട് പറയും, നീ പേടിക്കണ്ട, ഞാൻ ഈ ഡോർ വഴി മുമ്പോട്ട് ഇറങ്ങി ഓടാം. അപ്പൊ നീ ജനൽ വഴി ഇവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടോണം. സഹായമായിട്ട് പിന്നീട് ആൾക്കാരെ കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ജോർജ് അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരും. എന്നാൽ അവന്റെ മുമ്പിലായിട്ടൊരു ബോർഡ് ഇരിപ്പുണ്ട്, ഒരു കരടിയുടെ ബോർഡ്. അതിനകത്ത് തന്നെ അവന്റെ ചേട്ടനായിട്ടുള്ള മാക്സിന്റെ മാല തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മാക്സിന് എന്തോ പറ്റിയെന്ന് അവന് മനസ്സിലായി. എന്റെ ചേട്ടന് നീയൊക്കെ എന്താടാ ചെയ്ത്, നീയൊക്കെ ആരാടാന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ ദൂരെ നിന്ന് അവന് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് ഒറ്റപ്പൊട്ടിയിലാണ്. എന്നാൽ ജോർജിന്റെ ദേഹത്ത് കൊള്ളുന്നില്ല. ജോർജ് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയാണ്. ജോർജ് അവന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവിടെ തന്നെ കുറച്ച് ബാത്റൂമുകളുണ്ട്. ചെറിയൊരു പ്ലാസ്റ്റിക് ബാത്റൂം. അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. എന്നാൽ പുറത്തൂടെ ഒരുത്തം വന്നിട്ടാണെങ്കിൽ ഈ ബാത്റൂമിന്റെ അകത്തോട്ട് കത്തി കുത്തി ഇറക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ജോർജ് വെറുതെ വിടത്തില്ല. ജോർജ് പെട്ടെന്ന് തന്നെ ആ ബാത്റൂമിന്റെ മുകൾ ഭാഗം പൊളിച്ചിട്ട് താഴെ ഇറങ്ങുകയാണ്. താഴെ ഇറങ്ങി സൈഡിലൂടെ വരുമ്പോൾ അവിടെ തന്നെ ആ കൊലയാളി നിപ്പുണ്ട്. അത് മുഖംമൂടിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു കമ്പി എടുത്തിട്ട് ജോർജ് പിന്നാലെ ചെന്ന് അവനെ അടിച്ചിടുകയാണ്. എന്നിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ തോക്കിന് വേണ്ടി പിടിവലി നടത്തും. അതും ആ ബാത്റൂമിൽ നിന്നിട്ട് ഈ പിടിവലി നടത്തുന്ന നേരത്ത് തോക്ക് പൊട്ടിയിട്ട് ഈ കൊലയാളിയുടെ ദേഹത്ത് കയറുന്നുണ്ട്. കൊലയാളി അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അവനെ കൊന്ന സന്തോഷത്തിൽ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ജോർജിന്റെ പിന്നിലായിട്ട് ആ ബാത്റൂമിന്റെ മുകളിൽ വേറൊരു കൊലയാളി കൂടെ നിപ്പുണ്ട്. അത് മുഖംമൂടി വെച്ച കൊലയാളി. തോക്ക് റീലോഡ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് ജോർജ് പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വെടിശബ്ദം മാത്രമേ നമ്മൾ
കേൾക്കുന്നുള്ളൂ. അതായത് ജോർജിനെ ഷൂട്ട് ചെയ്തു. ഇതേ നേരം ഇസബെല്ലിനെ കാണിക്കുവാണെങ്കിൽ ഒരു മലയുടെ താഴെ വന്നിട്ടുണ്ട്. ഇനി ആ മല കയറിയിട്ട് വേണം മുകളിലോട്ട് പോകാൻ. അവൾ ആവതും ശ്രമിച്ചിട്ട് പതിയെ പതിയെ ആ മലയുടെ മുകളിലോട്ട് കയറാനായിട്ട് തുടങ്ങും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നത്. അങ്ങനെ അവസാനം അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന്റെ മുകളിൽ എത്തിപ്പെടുകയാണ്. എന്നിട്ട് വോക്കി ടോക്കി എടുത്ത് പറയും, ജോർജ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടു, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ സഹായമായിട്ട് വരാം, ഞാൻ മലമുകളിൽ എത്തിപ്പെട്ടു എന്ന്. എന്നാൽ ജോർജ് ആണെങ്കിൽ പഴയ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, നീ കല്യാണ ഡ്രസ്സിൽ കാണാൻ ഒരുപാട് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇസബെല്ലയ്ക്ക് മനസ്സിലാവും ജോർജിന് എന്തോ പറ്റിയിട്ടുണ്ട്, അവൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അവനോട് മാക്സിമം പറയുന്നുണ്ട് കണ്ണടയ്ക്കാൻ പാടില്ല, ആ മുറിവില് മുറുകെ പിടിച്ചോളാൻ. എന്നാൽ അവനെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്, എന്റെ കണ്ണടഞ്ഞു പോവാണെന്നും പറഞ്ഞ് ജോർജ് സംസാരം നടത്തുകയാണ്. അതുപോലെ തന്നെ ഇസബെല്ലയുടെ ഭർത്താവിന്റെ ചേട്ടനെയും കൂടെ ഒരേ വേസ്റ്റ് ബക്കറ്റിലാണ് അവന്മാർ എടുത്തിട്ടേക്കുന്നത്. ഇതേ നേരം ആ ഒരു കൊലയാളികളാണെങ്കിൽ കുറച്ചു പേരുണ്ട്. ഇപ്പൊ 3 പേര് അവശേഷിക്കുന്നുണ്ട്. അവന്മാരൊരു സൈക്കിൾ എടുത്ത് ഇസബെല്ലേനെ തേടി നടക്കുകയാണ്. അങ്ങനെ അവന്മാർ സൈക്കിൾ ഓട്ടി ഇസബെല്ല നിൽക്കുന്ന സ്ഥലത്ത് ചെല്ലും. ഇസബെല്ല ദൂരെയായിട്ട് നിൽപ്പുണ്ട്. ഇസബെല്ലേനെ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ, യവന്മാര് ഇസബെല്ലയ്ക്ക് കിടന്നുറങ്ങിയപ്പോ കുറച്ച് സാധനങ്ങൾ മോഷ്ടിച്ചില്ലേ, അതിനകത്ത് തന്നെ ട്രാക്കറിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്ന ഡിവൈസ് ഉണ്ടായിരുന്നു. ആ ഒരു ഡിവൈസ് അടിച്ചു മാറ്റിയിട്ട് ഇപ്പൊ അത് നോക്കിയിട്ടാണ് ഇസബെല്ലേനെ കണ്ടുപിടിക്കാനായിട്ട് വന്നേക്കുന്നത്. ഇസബെല്ല നോക്കുമ്പോൾ അവളുടെ കഴുത്തിൽ തന്നെ ആ ട്രാക്കർ ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവൾ അവിടെ ഓടാനായിട്ട് തുടങ്ങും. എന്നാൽ യവന്മാര് സൈക്കിളും വെച്ച് അവളെ ഫോളോ ചെയ്യാണ്. ഇസബെല്ല ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്തായിരിക്കും അവള് കാല് തെന്നിയിട്ട് താഴെ മറിഞ്ഞു വീഴുക. അവളുടെ തല വന്ന് താഴത്തൊരു കല്ലിൽ അടിയുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് അവളുടെ ബോധം പോവെങ്കിലും സൈഡിലായിട്ട് ഒരു ചെറിയ ദൂരം കാണാം, വേസ്റ്റ് പൈപ്പ് പോലെ. കട്ട് ചെയ്താൽ കൊലയാളികൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. കൊലയാളികൾ വന്നിട്ട് ഇസബെല്ലിനെ നോക്കുമ്പോൾ ഇസബെല്ലിനെ കാണാനില്ല. അവിടെ എല്ലാം പരതിട്ട് അവന്മാർ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അവന്മാര് മാറിപ്പോയതും ഇസബെല്ല ആ ഒരു പൈപ്പിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. അവൾക്കൊട്ടും വയ്യ, അവളുടെ തലയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അവൾ അവളുടെ ഉള്ള ആരോഗ്യം എല്ലാം കൊണ്ട് ആ പൈപ്പിലൂടെ അങ്ങനെ എഴഞ്ഞു പോകുന്നുണ്ട്. അവസാനം എഴഞ്ഞെഴഞ്ഞൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൾക്ക് അവര് വന്ന കാറ് കാണാം. എത്രയും പെട്ടെന്ന് തന്നെ ആ കാറിന്റെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊടിച്ച് അകത്ത് കയറുന്നുണ്ട്. കാറ് സ്റ്റാർട്ടാക്കാനായിട്ട് ചാവിയില്ല. അതുകൊണ്ട് തന്നെ കാറിന്റെ വയറ് പൊടിച്ചിട്ട് അത് രണ്ടും കൂടെ ഉരസി സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കും. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അവൾ പുറത്തിറങ്ങി അതിന്റെ ബോണറ്റ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് സ്മൈലി വരച്ചു വെച്ചിട്ടുണ്ട്. അത് കൊലയാളികൾ ചെയ്തതാണ്. അവൾക്ക് മനസ്സിലായി ഈ കാറ് സ്റ്റാർട്ട് ആവത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൾ ആകെ വിഷമിച്ച് കാറിൽ വന്നിരുന്ന് ദേഷ്യപ്പെടുകയാണ്. അതുപോലെ കാറിനുള്ളിൽ കഴിക്കാനായിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ എടുത്ത് അവൾ കഴിക്കുന്നുണ്ട്. ഇസബെല്ലയുടെ തലയിൽ മുറിവ് പറ്റിയില്ലായിരുന്നു. അത് അത്യാവശ്യം വലിയൊരു മുറിവാണ്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് സൂചി നൂലും എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. പച്ചയ്ക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരുപാട് വേദന എടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ അവൾ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തോട്ടിറങ്ങും. വണ്ടിയുടെ പിറകിൽ നിന്ന് കുറച്ചധികം ആയുധങ്ങൾ എടുക്കുന്നുണ്ട്, ഫ്ലെയർ എടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തിട്ട് അവന്മാരെ തീർക്കാനായിട്ട് അവൾ കാട്ടിലോട്ട് പോകും. അവളുടെ ഭർത്താവിനെ കൊന്നവന്മാരാണ്. ആ സൈക്കോളെ തീർക്കാനായിട്ട് അവൾ കാട്ടിലോട്ട് പോവാണ്. ഇപ്പൊ അവന്മാരാണെങ്കിൽ സൈക്കിളും കൊണ്ട് കാട്ടിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിലൊരുത്തനാണെങ്കിൽ ആസ്മയുടെ പ്രശ്നമുണ്ട്, നടക്കാനൊന്നും പറ്റുന്നില്ല. കിതച്ചിട്ടാണ് നടക്കുന്നത്. ഇൻഹേലറൊക്കെ എടുത്ത് അടിച്ചിട്ട് ആ ഒരു കിതപ്പ് മാറ്റുന്നുണ്ട്. പിന്നീട് അവന്മാരെല്ലാരും കൂടെ, അതായത് ഈ 3 അവന്മാരും കൂടെ ഒരു നദിക്കരയിൽ പോയിരിക്കും. ഇവന്മാര് തമ്മി സംസാരിക്കുന്നില്ല, പകരം ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കുകയാണ് ചെയ്യുന്നത്. അവൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ എന്തായാലും പോലീസ് കേസാവും, അത് നമുക്ക് പ്രശ്നമാവുമെന്ന് പറയുമ്പോൾ ഈ ആസ്മ ഉള്ളവനാണെങ്കിൽ എണീറ്റ് പോകാനായിട്ട് തുടങ്ങും. എന്നാൽ അവന്റെ ആസ്മയുടെ ഇൻഹേലർ എടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ അതിലൊരുത്തനുണ്ട്, അവനാണ് ബോസ് അവന്മാരുടെ എല്ലാവരും. അവൻ ഈ അസുഖമുള്ളവനെ അടുത്തോട്ട് വിളിച്ചിട്ട് അവൻ ഇൻഹേലർ എടുക്കാൻ മറന്നത് കൊണ്ട് തന്നെ ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണ്. അവിടുത്തെ നദിയിൽ പിടിച്ച് അവന്റെ മുഖം മുക്കി അവന് ശ്വാസം മുട്ടിക്കും. കുറെ നേരം ശ്വാസം മുട്ടിച്ചതിന് ശേഷം ഇൻഹേലർ എടുത്ത് അസുഖമുള്ളവന് കൊടുക്കും. അങ്ങനെ ഇൻഹേലറൊക്കെ അടിച്ച് റെഡി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും കാടിനുള്ളിൽ നിന്ന് ഫ്ലെയർ കത്തിയിട്ട് അതിന്റെ കളർ പരക്കുന്നത് യവന്മാർ കാണുന്നത്. ആരോ യവന്മാരെ വേട്ടയാടാനായിട്ട് വന്നെന്ന് യവന്മാർക്ക് മനസ്സിലായി. യവന്മാർ 3 പേരും 3 ദിശയിലോട്ട് തിരിഞ്ഞ് ഈ ഫ്ലെയർ കത്തിച്ചത് ആരാണെന്ന് തേടി പോവാണ്. അതിലൊരുത്തനാണെങ്കിൽ ഈ ഫ്ലെയർ ആരാ കത്തിച്ചെന്ന് അറിയാനായിട്ട് ഫ്ലെയർ കത്തിച്ച് ആ കാട്ടിലോട്ട് പതിയെ നടന്നു ചെല്ലും. ഇവൻ തോക്കും പിടിച്ച് പതിയെ നടക്കുമ്പോഴായിരിക്കും പിന്നിലൂടെ ഇസബെല്ല ഒരു കമ്പി എടുത്ത് അവനെ അടിച്ചിടുന്നത്. ആ ട്രക്കിൽ നിന്ന് കിട്ടിയ ഒരു കമ്പി എടുത്ത് അടിച്ചിടുന്നത്. അവൾ അടിച്ചിട്ട് നോക്കുമ്പോൾ അതൊരു കുഞ്ഞി പയനാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനെ ഉപദ്രവിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. എന്നാൽ ഈ പ്രാന്തനാണെങ്കിൽ ഒരു തോക്കെടുത്ത് ഇസബെല്ലയുടെ നേരെ ചൂണ്ടുമ്പോൾ ഇസബെല്ല കമ്പിക്ക് ഒറ്റ അടിയാണ്, അവനെ തീർത്ത് കളഞ്ഞു. എന്നിട്ട് അവന്റെ കയ്യിലുള്ള ആ തോക്കെടുത്തിട്ട് അവൾ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഒരു അനിയന്റെ പ്രായത്തിലുള്ള കുട്ടീനെ കൊന്നെന്ന് വിചാരിച്ചിട്ട്. കട്ട് ചെയ്താൽ വേറൊരു സൈക്കോനെയാണ് കാണിക്കുന്നത്. അവൻ ഇസബെല്ലേനെ തേടി ഒരു ഓഫീസിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതിന്റെ അകത്ത് കയറി പരതാനായിട്ട് തുടങ്ങും. അങ്ങനെ പരതി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആരും കാണാനില്ല. പെട്ടെന്നായിരിക്കും ഇസബെല്ല പിന്നിലൂടെ തോക്കെടുത്ത് ചൂണ്ടുന്നത്. അവൻ പേടിച്ചിട്ട് പതിയെ എണീറ്റിട്ട് ഇസബെല്ലയുടെ കയ്യിലിരിക്കുന്ന തോക്ക് തട്ടി മാറ്റാനായിട്ട് നോക്കും. അവ വിചാരിച്ചതുപോലെ തന്നെ അവളുടെ ശ്രദ്ധ മാറിയിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തോക്കെടുത്തിട്ട് രണ്ടുപേർക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ ജയിക്കത്തുള്ളൂ. ഒറ്റ പൊട്ടല് ശബ്ദം മാത്രമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. പിന്നീട് ആ ഓഫീസിൽ നിന്ന് ഇസബെല്ല മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ. അതിനർത്ഥം ഇസബെല്ല ആ ഒരു സൈക്കോനെ കൊന്നു കളഞ്ഞു. അതുമല്ല, ഇസബെല്ല അവന്മാരെ തമ്മി കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസും എടുക്കുന്നുണ്ട്. ഇപ്പൊ വേറൊരുത്തനാണെങ്കിൽ കാട്ടിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ആ ബോസ് സൈക്കോ ഇല്ലേ, അവൻ തന്നെ. അവന്റെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്. ആ കാട്ടിന്റെ ഒരു ഭാഗത്ത് സ്മൈലിയൊക്കെ വരച്ചില്ലേ, അവിടെ വെച്ച് കാണാൻ പറ്റുമെന്ന്. അവൻ കാണാമെന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ മെസ്സേജ് അയച്ച അവന്റെ കൂട്ടരൊന്നും അല്ല, പകരം ഇസബെല്ലയാണ്. അവൻ ഇതറിയാതെ അവിടെ വന്ന് അങ്ങനെ നിൽക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ഇസബെല്ല ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഇവനെ കയറിട്ട് പിടിച്ച് കഴുത്ത്
കഴുത്ത് മുറുക്കാനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ അവൻ ഒരുപാട് ശക്തനാണ്. ഇസബെല്ലിനെ പിടിച്ച് താഴെ ഇടുകയാണ്. പക്ഷേ കുറെ നേരം കഴുത്ത് ഇറുക്കിയത് കൊണ്ട് തന്നെ അവന്റെ ബോധം പോയി. തൊട്ടടുത്ത് തന്നെ തോക്കും കിടപ്പുണ്ട്. ഇസബെല്ല പതിയെ പതിയെ തോക്കെടുത്ത് ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബോധം കെട്ട് കിടന്നവനെ കാണാനില്ല. പെട്ടെന്നായിരിക്കും അവ ഒരു മരക്കമ്പുമായിട്ട് വന്നിട്ട് ഇസബെല്ലിനെ അടിച്ച് താഴെ ഇടുക. അവളുടെ ബോധം പോയി. പിന്നീട് ഈ സൈക്കോ ആണെങ്കിൽ ഇസബെല്ലിനെ സൈക്കിളിൽ കെട്ടി വലിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൾ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു കത്തി എടുത്ത് അവളെ കുത്താനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കുത്താനായിട്ട് റെഡി ആയതും പെട്ടെന്നായിരിക്കും അവന്റെ അമ്മ ഫോണിലോട്ട് വിളിക്കുക. അമ്മ വിളിച്ചിട്ട് അവനോട് ചോദിക്കും, എന്താ മോനെ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് വേണ്ടത്? മോൻ പെട്ടെന്ന് വീട്ടിൽ വരത്തില്ലേ? എത്രയും പെട്ടെന്ന് വരണം, അച്ഛൻ വെയിറ്റിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇസബെല്ല അവിടെ ഒറ്റയ്ക്കാണല്ലോ. അതുപോലെ അവളെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നാൽ ആ കയറിലാണെങ്കിൽ ചെറിയൊരു വെട്ട് വീണിട്ടുണ്ട്. അത് ഇത്തിരി ബലം കൊടുക്കുകയാണെങ്കിൽ അത് എന്തായാലും പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ അവളുടെ മോതിരം വെച്ചിട്ട് അതിനങ്ങനെ അറുത്തറുത്ത് അത് പൊട്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സൈക്കോ ആണെങ്കിൽ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇസബെല്ലിനെ കാണാനില്ല. ഇസബെല്ല എവിടെ പോയെന്ന് നോക്കിയാൽ അവൾ ഒരു പാർക്കിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ആ പാർക്കിന്റെ അടിയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സൈക്കോ അവളെ കാണാതെ അവിടെ എല്ലാം തിരഞ്ഞു നടക്കുന്നുണ്ട്. അവൻ പോയെന്ന് വിചാരിച്ചിട്ട് ഇസബെല്ല അവിടെ തന്നെ ഒരു സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡിൽ കൂടെ കയറി എഴഞ്ഞെഴഞ്ഞ് പോകാനായിട്ട് നോക്കും. എന്നാൽ പെട്ടെന്നായിരിക്കും സ്ലൈഡിൽ കൂടെ അവൻ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. അവൾ അവളുടെ ദേഹത്ത് ബുള്ളറ്റ് ഏൽക്കാതിരിക്കാനായിട്ട് അവളെ കൊണ്ട് പറ്റുന്ന വിധം അവൾ എഴഞ്ഞെഴഞ്ഞ് പോകും. അവൾ പുറത്തോട്ട് ഇറങ്ങി വന്നതും അവളുടെ കഴുത്തിൽ സൈക്കോ ചങ്ങലയിട്ട് പിടിക്കുന്നുണ്ട്. അവളുടെ കഴുത്ത് മുറുക്കി അവളെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. ഈ കഴുത്ത് മുറുക്കിയത് കൊണ്ട് തന്നെ അവളുടെ ബോധം ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. അവൻ അവളെ കൊല്ലാനായിട്ട് വീണ്ടും വീണ്ടും മുറുക്കുന്നുണ്ട്. എന്നാൽ ഇവള് മരണത്തോട് മല്ലടിക്കുമ്പോഴായിരിക്കും തൊട്ടടുത്ത് തന്നെ ഒരു പൊട്ടിയ ബിയർ കുപ്പി കിടപ്പുണ്ട്. അത് അവളുടെ കയ്യിൽ കിട്ടുകയാണ്. അതെടുത്ത് അവന്റെ കഴുത്ത് നോക്കി ഒറ്റ കുത്താണ്. കുത്തിയത് അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അവൻ മറിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. ഇസബെല്ല പതി അവന്റെ മുഖംമൂടി എടുത്ത് മാറ്റിയതും ഇവർ രണ്ടുപേരും തമ്മി നോക്കി അങ്ങനെ കിടക്കുകയാണ്. കൊച്ചു പിള്ളേരാണ് അവരോട് ഇങ്ങനെ ചെയ്യുന്നത്. ഇസബെല്ല ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും കൊന്നല്ലോ. ആ ഒരു സന്തോഷത്തില് ജീവ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ഇതിനുശേഷം ഇസബെല്ല ഒരു ഊഞ്ഞാലിൽ ഇരുന്നിട്ട് അവൾക്കൊരു ഡിവൈസ് കിട്ടിയില്ലായിരുന്നു. അതിനകത്തുള്ള വീഡിയോ എല്ലാം നോക്കും. അതിനകത്ത് നോക്കുമ്പോൾ ഇസബെല്ലയുടെ ഭർത്താവിനെ ക്രൂരമായിട്ട് വെടിവെച്ച വീഡിയോ എല്ലാം കാണാം. അതൊക്കെ കണ്ട് അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇസബെല്ല യവന്മാരുടെ സൈക്കിൾ തന്നെ എടുത്തിട്ട് അവിടെ നിന്ന് ചവിട്ടി പോകാനായിട്ട് തുടങ്ങും. ചവിട്ടി സിറ്റ് എത്തുന്നുണ്ട്. ഇവളുടെ കോലെല്ലാം ഒരുപാട് മോശമാണ്. കമ്പിക്കൊക്കെ അടി കിട്ടിയത് കൊണ്ട് തന്നെ മുഖമൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട്. എന്തായാലും ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ വന്നിട്ട് ഒരു കുഞ്ഞിപ്പയ്യൻ അമ്മയായിട്ട് ഷോപ്പിങ്ങിന് വന്നപ്പോൾ ആ കുഞ്ഞിപ്പയ്യനെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവള് രക്ഷപ്പെട്ടതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.